എൻ്റെ മുടീൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് എൻ്റെതൊരു സ്ട്രെയിറ്റ് അല്ല, പക്ഷേ ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഈ കോലം കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഹെയർ കെയർ വീഡിയോ ആണ്. ഒരു ഈവനിങ് അല്ലെങ്കിൽ ഒരു നൈറ്റ് കെയർ ഹെയർ റൊട്ടീനാണ്. ഇപ്പോൾ നിങ്ങൾ ഹോസ്റ്റൽസിലാണ് നിൽക്കുന്ന അല്ലെങ്കിൽ പി ജിയിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അല്ലാത്തവർക്കും ഫോളോ ചെയ്യാം. എൻ്റെ ഒരു ഹെയർ കെയർ റൊട്ടീനാണ്, ഒരു ഈവനിങ് ഹെയർ കെയർ റൊട്ടീനാണ്. അപ്പം ഞാൻ ഹോസ്റ്റലിൽ ആയതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ, അതായത് കുറേ നമുക്ക് ഇപ്പോൾ ആരാണെങ്കിലും ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഹെയർ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലൊക്കെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം എനിക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഉള്ള ലിമിറ്റേഷൻസിന് നമുക്കുള്ള ഹെയർ വൃത്തിക്ക് കൊണ്ടെടുക്കാൻ, അതുപോലെ തന്നെ ഉള്ള ഹെയർ ലോസ് ആണ് പോവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഓഫീസോ ക്ലാസ്സോ എന്താണോ കഴിഞ്ഞ് വന്നാലും നമ്മളൊന്ന് ഫ്രഷ് ആവില്ല. അപ്പോൾ നമ്മൾ മുടി എല്ലാം ഫ്രഷ് ആയതിനു ശേഷം 2 സൈഡിലേക്ക് മുടി ഇടും. ഞാൻ ഫസ്റ്റ് തന്നെ വന്ന പാട് മുടിയാണ് റെഡിയാക്കുക. ബാഗ് വെച്ചതിന് ശേഷം ഞാൻ വാച്ച് കാര്യങ്ങൾ ആക്സസറീസൊക്കെ അയച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ മുടി ഇങ്ങനെ 2 സൈഡിലേക്ക് ആക്കിയിടും. അതിന് ശേഷം ഞാൻ കൈ വെച്ചിട്ടാണ് കുടുക്ക് പോക്കാറ്. കാരണം ചീർപ്പ് നമ്മളെടുത്ത് ഫസ്റ്റ് തന്നെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ കുറേ മുടി പൊട്ടിപ്പോവും. കാരണം ഒന്നാമത് നമ്മൾ തിരക്ക് കൂട്ടിയിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, ഡാമേജ് ആക്കുക. നേരത്തെ എന്തിനാ സമയമുണ്ടല്ലോ, ഈവനിങ് സമയമുണ്ടല്ലോ, ഒരു 10 മിനിറ്റ് നമുക്ക് മുടിക്ക് വേണ്ടിയിട്ട്. കാരണം ഇപ്പോഴേ നമ്മൾ ഇതിൻ്റെ റൂട്ടിൽ നിന്ന് നോക്കില്ല, നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും അതിൻ്റെ റൂട്ടിൽ എന്താണ് പ്രശ്നം അത് കണ്ടെത്തിയിട്ട് അതിന് വേണ്ടി നമ്മൾ റൂട്ടിലേ മരുന്നിട്ട് കൊടുത്താലാണ് നമുക്ക് അതിനൊരു ഗ്രോ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുഴപ്പമില്ല എന്നിട്ട് ഇപ്പോൾ മുടിക്ക് എന്തെങ്കിലും പ്രശ്നം അപ്പം തന്നെ പോയി വെട്ട്, അല്ലെങ്കിൽ ഡാമേജ് അപ്പം തന്നെ പോയി അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ആ ഡാമേജ് അവിടെ തന്നെ കിടക്കും. മുടി ഗ്രോത്ത് വരുന്നതിനനുസരിച്ച് ഡാമേജ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് നമ്മളെ മുടീൻ്റെ പ്രശ്നം അതാദ്യം കണ്ടെത്തും. എന്നിട്ട് വേണം ആ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കുക. അപ്പം എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടീൻ്റെ താഴെ ഭാഗത്ത് ഭയങ്കര ഡ്രൈനസ് ആയിരുന്നു. അപ്പം ഞാൻ നല്ലപോലെ വെളിച്ചെണ്ണ തേച്ച് കുളിക്കും. പക്ഷേ ഓവർ വെളിച്ചെണ്ണ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പ്രൊമോട്ട് ചെയ്യൂല. അപ്പം ഞാൻ കൂടുതലായിട്ടും ഒന്നാമത്തെ മുടി അയച്ചിട്ടായിരുന്നു ആദ്യം പോകാറ്. അപ്പം ഇപ്പോൾ കുറേ ആയിട്ട് ഒരു 2-3 ഇയേഴ്സ് ആയിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ മാക്സിമം ഞാൻ മുടി അയച്ചിടാറില്ല. മാക്സിമം ഞാൻ കെട്ടി വെക്കും. ഭയങ്കരമായിട്ട് മുടി രാവിലെ അമ്പലത്തിൽ അല്ലെങ്കിൽ കുളിച്ചിട്ട് ഭയങ്കരമായിട്ട് നനവുള്ള സമയത്ത് മാത്രമേ ഞാൻ മുടി കെട്ടി വെക്കാറുള്ളൂ. അതും ഞാൻ അപ്പോൾ എവിടെയെങ്കിലും മുടി മുടി കെട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വന്ന വഴി ഞാൻ കുളിച്ച് കളയും. ഓവർ ലോങ്, അതായത് കുറേ ഹവേഴ്സ് എടുത്ത് ലോങ് ആയിട്ട് ഞാൻ റൂമിൽ എത്തുന്ന ടൈമിൽ ഞാൻ അങ്ങനെ മുടി നനയ്ക്കൂല. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ ആൾക്കാർ പറയുന്നിട്ടുണ്ട് ഡെയിലി കുളിക്കരുത് അല്ലെങ്കിൽ എന്നും തല നനയ്ക്കരുത്, മുടിക്ക് നല്ലത് ആയിരിക്കില്ല. പക്ഷേ ഞാൻ എന്നും കുളിക്കാറുണ്ട്. എനിക്ക് കുളിച്ച് കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം ജോലിക്ക് പോയി വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഫ്രഷ്നെസ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ രാവിലെ ജോലിക്ക് പോകുന്ന സമയത്തൊരു ഫ്രഷ്നെസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ മെജോറിറ്റിയും രാവിലെയാണ് തല നനയ്ക്കാറ്. അപ്പം അല്ലെങ്കിൽ ഈവനിങ്, രാവിലെ തല നനയ്ക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ ഈവനിങ് നനയ്ക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ഓഫീസിൽ പോയി വന്നിട്ടാണെങ്കിലും അല്ലെങ്കിലും റൂമിലുള്ളപ്പോൾ ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് മുടിയിൽ കുടുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പോക്കും. അപ്പോൾ അതെങ്ങനെയാണ് പോക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് കൈ വെച്ചിട്ട് നമുക്ക് ആദ്യം നമ്മളെ മുടിയിലുള്ള കുടുക്കും കാര്യങ്ങളൊക്കെ. അപ്പം ഒരു ഈവനിങ് ഹെയർ റൊട്ടീനാണ് ഞാൻ പറയുന്നത്. ഹെയർ കൈ കൊണ്ട് നല്ലപോലെ നമ്മളെ മുടിയിൽ ചിക്കോ അല്ലെങ്കിൽ കുടുക്ക്, ഞങ്ങളിവിടെ ഇങ്ങനെ കുടുക്കുന്ന പറയും, കുടുക്കും ചിക്കെന്നൊക്കെ പറയും. അപ്പം ഉണ്ടെങ്കിൽ നല്ല പോലെ പോകുക. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ ഒരു ഇത്ര ഗ്യാപ്പുള്ള, അതായത് ഞാൻ എപ്പോഴും ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായ നല്ല അടുത്തിട്ടുള്ള ഈ സാധനമുള്ള ഇതാണ്, ചീർപ്പാണ്. അപ്പം എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ട് കുറേ മുടി കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇത് വുഡിൻ്റെ വാങ്ങാൻ കിട്ടും, അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നല്ലപോലെ മുടി എങ്ങനെയാണോ നിങ്ങൾ ഓരോക്കെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനെ വാങ്ങുന്നതിന് ശേഷം നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ കൈകൊണ്ട് ഇങ്ങനെ പോകും. ചീർപ്പുകൊണ്ട് ഇതാക്കി പൊട്ടിക്കാറില്ല. കാരണം മുടി ഡാമേജ് ആവാല്ലാണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമില്ലല്ലോ. ഗുണം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നല്ലപോലെ ഞാൻ ആദ്യമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി ഹെയർ കട്ട് ചെയ്യായിരുന്നു. ലെങ്ത്തും അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിലൊക്കെ കട്ട് ചെയ്യായിരുന്നു. ഇപ്പം ഞാനൊരു 1 മന്ത് കൂടുമ്പോൾ, അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പം 2-3 ദിവസം ഇടവിട്ടൊക്കെ ഞാൻ മുടിൻ്റെ ലെങ്ത്ത് കട്ട് ചെയ്യുന്നു. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ആദ്യം ഇഷ്ടം, പക്ഷേ ഇപ്പം എനിക്ക് രണ്ടും ഇഷ്ടം. അപ്പോൾ ഞാൻ നല്ലപോലെ കെയർ ചെയ്ത് നല്ല വൃത്തിക്ക് കൊണ്ടു നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയർ പ്രത്യേകിച്ച് എനിക്കൊരു ഡാമേജോ കാര്യങ്ങളോ ഇല്ല. അപ്പം ഇങ്ങനെ നല്ലപോലെ നമ്മൾ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ ചീർപ്പ് മാറ്റി വെക്കാം. ഓവറായിട്ട് ചീർപ്പ് യൂസ് ചെയ്യേണ്ട, ആവശ്യത്തിന് മാത്രം. നല്ലപോലെ പോക്കിയതിന് ശേഷം
നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെയിൽ വെച്ചിട്ടല്ല മസാജ് ചെയ്യേണ്ടത്. നമ്മൾ ഈ വിരലിൻ്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, ഈ ഭാഗങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മളെ സ്കാൽപ്പിൽ ഡാമേജ് ആകും. കാരണം നമ്മൾ പലരും ചെയ്യും, നമുക്ക് തലയിൽ താരനോ കാര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ഇച്ചിങ് വരും. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ ഇവിടെ സ്കാൽപ്പിൽ ഡാമേജ് ആവുക ചെയ്യാം. അപ്പം എപ്പോഴും അത് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മളെ ഹെയർ ഗ്രോ ചെയ്യുന്നൊരു റൂട്ടാണ്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ അതിനൊരു ഡാമേജ് ഉണ്ടാക്കരുത്. നമ്മളിപ്പോൾ നോർമൽ ഒരു ചെടി നമ്മൾ വളരാൻ വേണ്ടിയിട്ട് കുഴിച്ചിട്ട് അവിടെ പോയിട്ട് നമ്മൾ എന്താക്കുക, മണ്ണ് കുത്തി കുഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നോർമലി ചരിഞ്ഞു കുറേ ഡാമേജ് വരും. അപ്പം അതുപോലെ തന്നെ നമ്മളെ ബോഡിയിലുള്ള ഏതൊരു കാര്യമാണെങ്കിലും അപ്പം നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെയിൽസ് യൂസ് ചെയ്യാതെ നമ്മൾ ഈ ടിപ്പ് ഭാഗം യൂസ് ചെയ്തിട്ട് നല്ലപോലെ മസാജ് ചെയ്യാം. നല്ലപോലെ കെയർ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഓയിൽസ്, അതായത് മുടിയിൽ ഒരുപാട് എണ്ണ തേച്ചാൽ മുടി അങ്ങനെയില്ല, തേക്കുമ്പോൾ എല്ലാം ഒരു ലിമിറ്റിൽ ചെയ്യുമ്പം അതൊരു വൃത്തിക്കും ചെയ്യാം. കാരണം ഇപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നീലബൃങ്കാദീൻ്റെ ഒരു വെളിച്ചെണ്ണ, ഇത് ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ ആദ്യം മുതൽ യൂസ് ചെയ്തിട്ടുണ്ടായ വെളിച്ചെണ്ണ നോർമൽ വെളിച്ചെണ്ണയാണ്. സാധാ നമ്മളെ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സാധാ പച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ എനിക്കത് കംഫർട്ടായിരുന്നു. എനിക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അതായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ എനിക്ക്, അതായത് പച്ച വെളിച്ചെണ്ണ ഒന്ന് മാറ്റിയേക്കാന്നുള്ളതിലാണ് ഞാൻ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഈ ഒരു വെളിച്ചെണ്ണ ഞാൻ ചൂസ് ചെയ്തത്. അപ്പം എൻ്റെ മുടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട്, അത്യാവശ്യം ഉള്ളുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ഹെയർ, അതായത് ഞാൻ കുറേ ഹോസ്റ്റലിലായിരുന്നു, 2 year ആയി ഹോസ്റ്റലിൽ ഇപ്പോൾ. അപ്പം ഹോസ്റ്റലായതുകൊണ്ട് തന്നെ ഹെയർ കെയർ ഇപ്പം വീട്ടിൽ നിന്ന് നമുക്ക് കെയർ ചെയ്യുന്ന പോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ കൂടുതലായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യും. ഞാൻ ഡെയിലി കുളിക്കും. വീഡിയോസിൽ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട് ഡെയിലി കുളിക്കരുത് എന്ന്. 10 മിനിറ്റ് അപ്പം തന്നെ മുടി കെട്ടി വെക്കണില്ല, ഒരു 10 മിനിറ്റ്. ഞാൻ എപ്പോഴും മുടി ഈ സെൻറ്റർ പോർഷനിലാണ് ഇങ്ങനെ ആക്കിയിട്ട് മുടി ഞാൻ കെട്ടി വെക്കും. ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രീ ആയിട്ട് കെട്ടി വെക്കും. ഇത്ര ചെയ്താൽ മതി. നമുക്ക് നോർമലി നമ്മളെ ഹെയറിന് ഒരു ഡാമേജ് ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു മുടി കെട്ടുന്നത് നമ്മൾ ഇത്ര ചെയ്താൽ മതി. പിന്നെ ബാക്കി ഡിപ്പെൻസ്, അതായത് നമുക്ക് ബാക്കിയുള്ള സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് സിറംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൺവീനിയൻ്റ് അനുസരിച്ച്. ഇപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക, അല്ലാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓയിലിങ്. അത് വീക്കിലി നിങ്ങൾ 2 or 3 ഡേയ്സാണ് കുളിക്കുന്നതെന്ന് വെച്ചാൽ 1-2 ദിവസം മാക്സിമം യൂസ് ആക്കാം. അതായത് ഓവർ യൂസ് ചെയ്യേണ്ട. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആയുർവേദം, അത് ശരിക്കും ആയുർവേദം അങ്ങനെയാണോ എനിക്കറിയില്ല. ഇതിപ്പോൾ അമ്മ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് നല്ല വെളിച്ചെണ്ണയായിട്ടാണ് തോന്നിയത്. കാരണം എപ്പോഴും പച്ച വെളിച്ചെണ്ണ തേച്ച് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഭയങ്കരതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നമ്മളെ മൈൻഡിൽ വരുമല്ലോ, പച്ച വെളിച്ചെണ്ണ വേണ്ട അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ മാറ്റിയാണ്. അപ്പോൾ എനിക്കിത് ഓക്കെ നല്ല വെളിച്ചെണ്ണയായിട്ട് തോന്നി. അപ്പം അത്രയേ ഉള്ളൂ നമ്മളെ ഹെയർ കെയർ. അപ്പം മാക്സിമം ഹെയർ നമ്മളെ എപ്പോഴും ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഹെയർ നമുക്ക് നല്ല വൃത്തിക്ക് നീറ്റായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നമ്മൾ ഗ്രൂമിങ്ങിലൊരു പാർട്ട് തന്നെയാണ് ഹെയർ. മെയിൻ പാർട്ടിൽ ഒന്നാണ് ഹെയർ. അപ്പം അത് മാക്സിമം വൃത്തിക്കും നീറ്റായിട്ട് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടും വെക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ആർക്കെങ്കിലും ഹെൽപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ.